ശഅബാൻ മാസം ഒന്നാമത്തെ രാത്രി സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ 8 ആയത്ത്, നമ്മളിപ്പോൾ സൂറത്ത് ദുഖാൻ ഓതുന്നില്ലേ, അതിൽ 8 ആയത്ത് റബ്ബുക്കും റബ്ബു മനസ്സിലാക്കണേ, ആബായിക്കുമുൽ അവ്വലീൻ. ആ 8 ആയത്ത് യശാ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച് ഉടനെ തന്നെ പോകണമെന്നില്ല, സൗകര്യത്തിന് ഒതുകൊടുത്തിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരുന്നിട്ട് 15 പ്രാവശ്യം ഓതുക. എത്ര പ്രാവശ്യം? എന്നിട്ട് 15 അല്ലാണ്ട് 15 8 പ്രാവശ്യമല്ലേ, അങ്ങനെ ചില മനസ്സിലാക്കിയിട്ടുണ്ട്. സ്പൂൺ 8 ആയത്ത് 15 ദിവസം ഓതിട്ട് നമ്മൾക്ക് മുഹിമായ കാര്യം ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാ കാര്യം പറഞ്ഞു, അതിനോട് അള്ളാഹുവിനോട് നല്ലോണം ദ്വാരക്കുക. 15ാം രാത്രി വരെ, അതായത് ബറാത്തിന്റെ അന്ന് രാത്രി വരെ, ബറാത്തിന്റെ അന്ന് രാത്രി അത് 30 പ്രാവശ്യം വർദ്ധിപ്പിക്കുക. ബറാത്തിന്റെ അന്ന് രാത്രി നമുക്ക് സൂറത്ത് ദുഖാൻ അശാമാവിന്റെ ഇടയിൽ ഫുള്ളായിട്ട് ഓതും, അതല്ല കേട്ടോ. അങ്ങനെ ഓതിയാൽ ഫത്തറൽ അജായിബാണ്, നിന്റെ മുറാദുകൾ ആശലാകുന്നതിൽ അത്ഭുതങ്ങൾ നിനക്ക് കണ്ടേക്കാമെന്ന് ഇമാം യാഫീനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണമെന്ന ആൾ ചെല്ലിക്കോ, നാട്ടിൽ വിളിച്ച് പറഞ്ഞോളൂ, ഇന്നെ വിളിച്ചു നാളെ പറഞ്ഞു, കാരണം നാളെ രാത്രി മയക്കാം, നമുക്കറിയില്ല. എല്ലാവരും ചെല്ലും. വൈദവ ഒരുത്തന് മറന്നോ എന്ന് വെച്ചോ, ഏത് സാരി രാത്രി മറന്നാൽ രാവിലെ കഥ വിട്ടാൽ മതി. ഈ ഒരു ഓപ്ഷനും കൊണ്ട് എല്ലാവരും മറക്കാൻ നിൽക്കരുത് കേട്ടോ. 1 മുതൽ 8 വരെ ഹാമീൻ എന്നിട്ട് റബ്ബുക്കും റബ്ബാബായിക്കുമുൽ അവ്വലീൻ. ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇതെല്ലാ കൊല്ലവും അൽഹംദുലില്ലാഹ് ഞാനിവിടെ വന്നിട്ട് 38ാമത്തെ വർഷം പറയുന്നുണ്ട്. 39ാമത്തെ കൊല്ലായി തോന്നുന്നു. അടുത്ത കൊല്ലം ഉണ്ടാവും നമുക്ക് ദീർഘായുസ്സരട്ടപ്പോ നമുക്കറിയില്ല. ഒരു ബുക്ക് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് ദർശനമുള്ള കുഞ്ഞുപോലെ ഒരു ബുക്ക് വാങ്ങിക്കണം. ഇങ്ങനെയുള്ള നമ്മൾ വലിയ വഹിയരുന്ന ആളൊന്നുമല്ല. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു ഇൽമ് എനിക്ക് കിട്ടിയാൽ ഞാനത് എല്ലാവർക്കും പങ്കുവെക്കലുണ്ട്. അത് എഴുതി വെക്കുക. ഇപ്പൊ ചില സമയം ചില ശാപം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം കാര്യങ്ങൾ ഇങ്ങനെ മറിച്ചു നോക്കിയ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞെന്നാൽ ഇത് ഉസ്താദ് കോയമത്തങ്ങൾ പറഞ്ഞ് എഴുതിക്കോ, പ്രശ്നം തീർന്നല്ല. മനസ്സിലായ മക്കളെ? സൂറത്ത് ദുഖാനിൽ 8 ആയത്ത് റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ അതുവരെ 15 പ്രാവശ്യം ഓതിയിട്ട് അള്ളാഹുവിനോട് തേടുക. ഇതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടാ. പിന്നെ മുഹിമായ കാര്യങ്ങൾ നാട്ടിൽ ഒരു തന്നെ പല കാര്യങ്ങളുണ്ടാവല്ലോ. ഒരാൾക്ക് വരയില്ലാത്തവരുണ്ടാവും, കുട്ടികളില്ലാത്തവരുണ്ടാവും, കടത്തിൽ കൊണ്ട് വലഞ്ഞവരുണ്ടാവും. ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.